ശലോം എന്ന് പറഞ്ഞാൽ പീസ്. ശലോം എന്ന് പറഞ്ഞാൽ ശലോം. ഓക്കെ, ശലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വെറും സമാധാനം എന്നല്ല. അതിൻ്റെ അർത്ഥം വെൽഫെയർ, വെൽബീയിങ്, പ്രോസ്പിരിറ്റി, പീസ്, അങ്ങ് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ ശലോം ശലോം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സമാധാനം എന്ന് മാത്രമല്ല, നല്ല ആരോഗ്യവും നല്ല പണവും സ്വസ്ഥതയും ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് അവർ ശലോം എന്ന് പറയുന്നത്. കാരണം ഈ ശലോമിൻ്റെ മീനിങ്ങിൽ ഹെബ്രായ പദമാണ് അത്. ആ പദത്തിൻ്റെ മീനിങ് ആണ് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ യിരെമ്യാവിൻ്റെ പ്രവർത്തന പുസ്തകം 29:11 ദൈവം നേരിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നിൻ്റെ തകർച്ചയ്ക്കല്ല, മറിച്ച് നിൻ്റെ ഉയർച്ചയ്ക്കാണ്. നമ്മൾ പലപ്പോഴും തകരുന്നതും മാറാ രോഗമായിട്ടിരിക്കുന്നതും തോറ്റു പോകുന്നതും ഒക്കെ പണ്ടാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു ജയം, ഒരു ബ്ലെസ്സിങ് ആദ്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ്. അതുവരെ എൻ്റെ ജീവിതം ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. പറയുമ്പോൾ നാട്ടിലെ തമ്പുരാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയാം. വീട്ടിൽ എൻ്റെ വീട് സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ടിനു പാസ്റ്റർ ചർച്ചിൽ ഞാൻ പറഞ്ഞു, ടിനു എന്നോട് പറഞ്ഞു ഏകദേശം 90% ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് മനുഷ്യ, അതുകൊണ്ടാണ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്ത മാർഗം ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ എൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ട് സഭയിൽ വന്ന് പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠൻ വന്ന് പറഞ്ഞു. അത് പറയുന്നത് എപ്പോഴാ? 34 വർഷത്തിന് ശേഷം അപ്പോഴാണ് പറയുന്നത്. അപ്പം ഞാൻ പ്രസംഗിക്കണ്ട, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു കാര്യം അറിയാം, ദൈവം തളർത്തുന്നവനല്ല, തോൽപ്പിക്കുന്നവനല്ല, ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് അതാ ക്ലോസ്, ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം സമൃദ്ധിയിലാണ് കൊണ്ടാക്കിയത്. നിനക്ക് വേണ്ടുമ്പോളം ഭക്ഷിക്കാം, തോട്ടത്തിൽ ഏത് നിനക്ക് തിന്നാം. ഇതൊക്കെ പ്രോസ്പെരിറ്റിയാണ്. ഒരഭാവം അവർക്കുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ദൈവത്തെ അനുഗമിച്ച ശിഷ്യന്മാരാരും രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ടെന്നല്ലാതെ പട്ടിണി കിടന്ന് ചത്തൊന്നും എഴുതിയിട്ടില്ല. അവർക്ക് വീടില്ലായിരുന്നു, പട്ടിണി കിടന്ന് ചത്ത്, രോഗമായി കിടന്നു, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞു പോയെന്ന് ദൈവം പറഞ്ഞു. ഈ പഴയത് ഓർക്കുന്നത് നമ്മളാണ്, ദൈവമല്ല. നമുക്ക് കളയാൻ ബുദ്ധിമുട്ടാണ്, ദൈവം കളയും. ദൈവം കളഞ്ഞ് പഴയതില്ല. അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. പഴയ നിയമത്തിലെ മൃഗങ്ങളുടെ രക്തത്തിലാണെങ്കിൽ പാപത്തെ മറയ്ക്കാനേ കഴിയത്തുള്ളൂ. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം മറയ്ക്കത്തില്ല, മായ്ക്കും. ഹല്ലേലൂയ. ഇനി നീ പാപിയല്ല, അതുകൊണ്ടാണ് പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28:16 അതിലെന്തൊക്കെയാണ് നോക്കാം. വയലിലും ശപിക്കപ്പെട്ടിട്ടും നിന്റെ കുട്ടയും മാവ് കുഴക്കയും തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും. വയലിലെ ഫലങ്ങൾ ശപിക്കപ്പെട്ടിരിക്കും. ഗർഭഫലവും കൃഷിഫലവും കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയക്കും. ദൈവത്തിന്റെ ശാപം വന്നു കഴിഞ്ഞാൽ നീ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം പോക്കാണ്. നീ കൈ വശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. നമ്മൾ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ രക്ഷപ്പെടുന്നു പറഞ്ഞ് നീ പോകുമ്പോ എന്ത് സംഭവിക്കും? നിന്നെ മുടിച്ചു കളയും. അതുവരെ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച. ചില രോഗങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോകാത്തതിൻ്റെ കാര്യം ചിലത് കേഴ്സായിരിക്കും. എല്ലാ ക്ഷയവും വന്നിട്ടുണ്ടെങ്കിൽ ശാപലക്ഷണമല്ല. നിങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നു. ക്ഷയം, ജ്വരം, പുകച്ചിൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷം, മഞ്ഞ എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും.
നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴിലുള്ള ഭൂമി ഇരുമ്പുമാകും. ഒന്നും നടാനും പറ്റത്തില്ല. താഴെയുള്ളതെല്ലാം ഇരുമ്പാണെങ്കിൽ പിന്നെ തീരുമാനമായില്ലേ. ആകാശത്തുള്ളത് ചെമ്പും തീരുമാനമായി. പിന്നെ നിനക്ക് മഴയില്ല, വെള്ളവുമില്ല, മഞ്ഞുമില്ല. യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കും വരെ അത് ആകാശത്ത് നിന്ന് നിന്റെ മേൽ പെയ്യും. ഇതാ അതിൻ്റെ വിഷയം. ഈ ശാപത്തിന് പ്രത്യേകതയുണ്ട്. ഇതൊരു ബ്രാക്കറ്റ് പീരീഡ് അല്ല. ഈ പ്രവാസം എന്നൊക്കെ പറയുന്നത് 70 വർഷം 430 അതുപോലെയല്ല. ഇത് നീ നശിക്കുന്നത് വരെ നിന്റെ പിറകെ കാണും. എന്നിട്ട് നിന്റെ അടുത്ത തലമുറ വരുമ്പോൾ അത് നശിക്കുന്നവരെ അതിൻ്റെ പിറകെ കാണും. ഇനി അടുത്ത തലമുറ വരും, അതിൻ്റെ പിറകെ കാണും. രക്ഷിക്കപ്പെടാത്തവർ പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീ എന്തെല്ലാം സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്ത് നീ പോയാലും മക്കൾ നരകിക്കും. അതിന് ബെസ്റ്റ് അവർ ദൈവത്തെ അറിയുക. ഹല്ലേലൂയ. അല്ലാതെ ദൈവത്തെ അറിയുന്ന വെറുതെ സ്വർഗത്ത് പോകാൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ സബ്ബായിട്ട് വരുന്നുണ്ട്. അതിൽ തോന്നായത് ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. ശത്രുക്കൾ മുമ്പാകെ ശത്രുക്കളുടെ മുമ്പാകെ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ തീർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ, എന്നാൽ അനുഗ്രഹം എന്താ? ശത്രു ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി ശത്രു ഓടിപ്പോകും. അത് ബ്ലെസ്സിങ്ങാ. പക്ഷേ 7 വഴിയായി നീ ഓടിപ്പോകുന്നത് ശാപമാണ്. അടുത്ത വളരെ രസം. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. എൻ്റെ കർത്താവ്, നിന്റെ കേസ് തീർക്കാൻ ഗവൺമെന്റ് കാശ് നീ ഒരു ഭാരമാകും. ചിലർക്ക് ഭാര്യ ഭാരം, ഭർത്താവ് ഭാരം, കൊച്ചുങ്ങൾ ഭാരം, അമ്മായിയമ്മ ഭാരം, കുടുംബക്കാർ ഭാരം. പക്ഷെ നീ ഒരു രാജ്യത്തിന് ഭാരമായി തീരുക. ഇതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ക്ലാസ്സിൽ പറ്റത്തില്ല, ഞാൻ ചെയ്യാം. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിന് വരെ നീ ഭാരമായി തീരും. ഇതിൻ്റെ വെയിറ്റ് നോക്കിക്കോണം ശാപത്തിൻ്റെ. അടുത്തത്, നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. അവയെ ആട്ടിക്കളവാൻ ആരും ഉണ്ടാകുകയില്ല. എൻ്റെ കർത്താവ്, ഇത് എവിടേക്ക് പോണത്? ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ ഒരാളെ കിട്ടത്തില്ല. രക്ഷ ഒറിജിനൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. രക്ഷ ഒറിജിനൽ അല്ലെങ്കിൽ മരിച്ചാൽ സ്വർഗത്ത് പോകത്തില്ല. അപ്പൊ പിന്നെ നിങ്ങളാ പറയേണ്ടത്, നിങ്ങളുടെ രക്ഷ ഒറിജിനലാണോ അല്ലേ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് പാപം ചെയ്യുന്നുണ്ടോ? മിണ്ടുന്നില്ല, മഹാഭാവികൾ. രക്ഷിക്കപ്പെട്ടിട്ട് പാപം ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ, നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിലെല്ലാം കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. എന്നിട്ട് ഈസി ആയിട്ട് പറയും ശാപമില്ല, അത് പഴയ നിയമത്തിലാണ്. ശരി, ശാപം അന്യൻ്റെ അതിർത്തി മാന്തുന്നത് ശാപമാണ്. ശാപം കൊണ്ടുവരാൻ ഒരു കാരണമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സദൃശവാക്യം 26:2 എടുത്തേ. സദൃശവാക്യങ്ങൾ 26:2. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ശവമല്ല, ശാപം. ശാപം പറ്റുകയില്ല. ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ, കോസ്ലെസ് കേഴ്സ് ഇല്ല. ശാപം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പഴയ നിയമത്തിലല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാന്നാണോ? കൃപ താങ്ങുവേ, എന്തും ചെയ്യാം. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രവൃത്തി കേടുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല. നിങ്ങളെന്താ വിശ്വസിക്കുന്നേ? രക്ഷിക്കപ്പെട്ടാൽ ഒന്ന് രക്ഷിക്കപ്പെട്ടതാണെന്ന് അറിയണം. നിങ്ങളെ രക്ഷിക്കപ്പെട്ടിട്ട് സ്വഭാവം മാറിയോ? അപ്പം നിങ്ങളുടെ അകത്ത് ഏതാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത് അത് ക്രിസ്തുവാണെങ്കിൽ അത് റൈച്ചസ് ആണ്. ആ വിശുദ്ധിയുടെ സംസാരം, വിശുദ്ധിയുടെ പ്രവൃത്തി, വിശുദ്ധിയുടെ പ്രൊഡക്റ്റേ പുറത്ത് വരാവും. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ
ഒരു 10, 50, 60 സിഗ്നൽസ് കാണില്ലേ അല്ലേ മിനിമം. ഞാൻ രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് റെഡ് വിഷയമല്ല, യെല്ലോ വിഷയമല്ല, പച്ചയും വിഷയമല്ല. ഞാൻ എൻ്റെ വഴിക്കങ്ങ് ഞാൻ പോകും. ഞാൻ രക്ഷിക്കപ്പെട്ട ആളല്ലേ. ഗവൺമെൻറ്റിലെ ഒക്കെ ആർക്കാ? അത് ഇവിടുത്തെ ആൾക്കാർക്ക്. നമ്മൾ രക്ഷിക്കപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? എന്താ പോകാത്ത? അപ്പം നിയമം എന്തിനാ വെച്ചിരിക്കുന്നത്? പാലിക്കാൻ. നിയമം പാലിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വയലേഷന് പെനാൽറ്റി. തിരിച്ചു വരാം. അപ്പോ അടുത്തത് പോട്ടെ കൊച്ചേ. അപ്പൊ തോൽവി ശാപലക്ഷണമാണ്. കാരണം കൂടാതെ ശാപമില്ല. അപ്പൊ ഈ കാരണം കണ്ടുപിടിച്ചാൽ തോൽവിയിൽ നിന്ന് സക്സസ് ആക്കി മാറാം. നമ്മൾ ഡീപ്പായിട്ട് ക്ലാസ്സിലേക്ക് പോകും. യഹോവ നിന്നെ മിസ്രൈമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, പൈൽസ്, സ്കിൻ അലർജി, ചൊറിച്ചിൽ എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ മെന്റൽ ഇഷ്യൂസ്, സൈക്യാട്രി ഇഷ്യൂസ് അമ്മയ്ക്കുണ്ട്, മക്കൾക്കുണ്ട്, മക്കളുടെ മക്കൾക്കുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് കേഴ്സ. ഒരു വീട്ടിലൊരാൾക്ക് ഭ്രാന്തുണ്ടെങ്കിൽ അത് ശാപമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴത്തെ ജീവിതത്തിൽ ഭ്രാന്ത് പിടിച്ചിട്ടില്ലെങ്കിലേ ഉള്ളൂ അല്ലേ. പക്ഷെ ഭ്രാന്ത് പിടിക്കാത്ത ദൈവകൃപ നമ്മൾ തന്നെ പറയും. അടുത്തത് അപ്പം പരുക്കൾ, മൂലവ്യാധി, ചൊറിച്ചിൽ, അത്യുഷ്ണം, ജ്വരം, ക്ഷയം, ചിരങ്ങ് അവ സൗഖ്യമാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൗഖ്യമാകാത്ത പരുക്കൾ, സൗഖ്യമാകാത്ത മുറിവുകൾ, എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്താലും ശാപലക്ഷണമാണ്. ഭ്രാന്തും അന്ധതയും, ഭ്രാന്ത്, അന്ധത, ചിത്തഭ്രമം. The Lord shall smite thee with madness, blindness, astonishment, അല്ലെങ്കിൽ കൺഫ്യൂഷൻ മൈൻഡ് ശാപലക്ഷണമാണ്. എന്ത് ചെയ്യണം? ആകെ കൺഫ്യൂസ്ഡ്. എന്നും കൺഫ്യൂഷൻ. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. ഇപ്പൊ നീ കുരുടനൊന്നല്ല, നിനക്ക് കാഴ്ചയുണ്ട്. പക്ഷെ കുരുടന്മാർ നടക്കുന്നത് പോലെ കണ്ണുള്ള നീ ഉച്ച സമയത്ത്, ഇപ്പം രാത്രി ഇരുട്ടത്ത് തപ്പുന്നതും ഉച്ചയ്ക്ക് തപ്പുന്നതും വ്യത്യാസമുണ്ട്. രാത്രി തപ്പും, കാരണം കറണ്ടില്ല, ലൈറ്റ് ഇല്ല, വെളിച്ചമില്ലാത്തത്. പക്ഷേ ഉച്ചയ്ക്ക് തപ്പും. ചിത്തഭ്രമം, കൺഫ്യൂഷൻ, അന്ധത, കണ്ണുണ്ട്, പ്രവർത്തിക്കൂല. നീ പോകുന്നിടത്തെങ്കും നിനക്ക് ഗുണം വരികയില്ല. ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മസ്കറ്റിക്ക് പോകാൻ നോക്കിയതാണേ. അവിടെ ഇന്റർവ്യൂവിന് തോറ്റപ്പോഴല്ലേ ഞാൻ ആദ്യമായിട്ട് ബൈബിൾ എടുത്തിട്ട് പള്ളി പോകുന്നത്. എനിക്ക് മുമ്പേ പോയവരെല്ലാം രക്ഷപ്പെട്ടു എന്നല്ലേ എൻ്റെ ചിന്ത. അപ്പോൾ വേറെ രാജ്യത്ത് പോകുമ്പോഴല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ ദൈവത്തെ അറിയുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. കാരണം അനുഗ്രഹം എന്ന് പറയുന്ന മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബറക്ക്. അതാ വേർഡ്. ബറക്ക് എന്ന് പറയുന്നത് ഇൻവോക്കാണ്. നിന്റെ മേൽ ദൈവം പറയുകയാണ് യു ആർ ബ്ലെസ്ഡ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇത് ചറപറ വേര് പിടിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ. അതിന് നീ വേറെ രാജ്യത്ത് പോകുമ്പോഴെല്ലാം നീ ബ്ലെസ്സഡ് ആകുന്നത്, നീ പോകുന്നോടത്തെല്ലാം ബ്ലെസ്സിങ്ങാണ്. കാരണം നീയൊരു ബ്ലെസ്സിങ്ങാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇവിടെ എനിക്ക് കഷ്ടതയും പ്രയാസവും ദാരിദ്ര്യമാണ്, അതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോകാം, അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചവർ മുഴുവനും പെട്ടി കൊണ്ടുപോയവരെ പിന്നെ പെട്ടിയിൽ എടുത്തുകൊണ്ട് വരുന്ന ഗതികേട് നമ്മൾ കാണും. അതിൻ്റെ കാരണം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ യു ആർ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞു. യു ആർ ബ്ലെസ്ഡ്. ഈ അബ്രഹാമിനോട്
മെസ്സാപ്പൊത്യാമയിൽ നിന്ന് വെച്ചിട്ട് ദൈവം ഊരിൽ പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ ഒരു അനുഗ്രഹമാണ്, നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അങ്ങനെ പറയുക. എന്നിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് ഈ മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം 13-ാം അധ്യായത്തിലെത്തിയപ്പോൾ അബ്രഹാം വർദ്ധിച്ച് വർദ്ധിച്ച് മഹാനായി തീർന്നു. ഒരധ്യായത്തിൽ ഈ വഴിയിൽ എവിടെയും ഷെയർ മാർക്കറ്റോ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ക്രിപ്റ്റോ കറൻസിയോ ലോട്ടറിയോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ താനും തന്നോട് കൂടെ പോന്നിരിക്കുന്ന ആടുമാടുകളും അങ്ങ് പെരുകാൻ തുടങ്ങി. ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ആടുമാടുകൾക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയാത്ത രീതിയിൽ വർധനവുണ്ടായി. ഹല്ലേലൂയ. അതിൻ്റെ കാരണം വഴിയിലൊന്നും നിനക്ക് ബാങ്കോ കാര്യങ്ങളോ ഇൻട്രസ്റ്റോ പലിശയ്ക്ക് കൊടുക്കാനോ ഒന്നും ഒരു സാധ്യതയില്ലെങ്കിലും നീ വർദ്ധിച്ചതിൻ്റെ കാര്യം പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞു, യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വാക്ക് മതി നീ ചറപറ വളരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരൊറ്റ ബ്ലെസ്സിങ് മതി. ദൈവദാസന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട്. ഇപ്പം ഞാൻ ടിനുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നമ്മളെ ഉയർത്തുമ്പോൾ ഉയരാനൊന്നും പോണ്ട, ഉയർത്തിയവർ തന്നെ താഴ്ത്തും. ഹല്ലേലൂയ. ദൈവം ഉയർത്തിയാൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീ ശാപത്തിൻ്റെ കീഴിലല്ല, നീ അനുഗ്രഹത്തിൻ്റെ കീഴായതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്നും ഒരു കാര്യം മനസ്സിലാക്കണം. അതാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ശൗലിനെ ദൈവം രാജാവാക്കാൻ തീരുമാനിച്ച സമയത്ത് യാതൊരു യോഗ്യതയും ചെറുക്കനില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിന്റെ മുന്നിൽ നിന്നെ തന്നെ ചെറുതായി കണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ പിടിച്ച് ഈ സിംഹാസനത്തിൽ ഇരുത്തിയത്. മറക്കല്ലേ, ഇന്ന് എന്നെ ചട്ടം പഠിപ്പിക്കാൻ വരല്ലേ എന്ന് ദൈവം ശൗലിനോട് പറയുന്നൊരു ഭാഷ്യമുണ്ട്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ആരംഭത്തിൽ നമുക്കിതിന് യോഗ്യതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ അഭിഷേകമായി കുറച്ച് കാശായി ലെവലൊക്കെ മാറുന്ന സമയത്ത് ദൈവം ചെറുതും നമ്മൾ വലുതും. എന്ന് നീ നിനക്ക് വലുതായി തോന്നിയോ അന്ന് നിന്റെ ദൈവം നിനക്ക് ചെറുതാണ്. ദൈവത്തെ എന്ന് നീ ചെറുതായി കണ്ടോ അന്ന് നിന്റെ തകർച്ച ആരംഭവുമാണ്. അപ്പം അതുകൊണ്ട് എന്നും പാടണം കൃപയാൽ. അത് പറഞ്ഞ കൃപയാൽ. അടുത്തത്, നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാകുകയുമില്ല. നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കും. ഹല്ലേലൂയ. എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ശരീരത്തിനായോ ആഹാരത്തിനായോ നോക്കാതെ മുമ്പേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് ഇതെല്ലാം ഉണ്ടാകും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വെച്ച് അറുക്കും, എന്നാൽ നീ അതിന്റെ മാംസം തിന്നുകയില്ല. ആധാരത്തിലുണ്ട്, ആഹാരത്തിനില്ല. കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞേ? ആധാരത്തിലുണ്ട്, ആഹാരത്തിനില്ല. അതിൻ്റെ മാംസം നീ തിന്നുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും, തിരികെ കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് ആ കഴുത ഇതുവരെ വരാത്തത്. നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും, അവയെ വിടുവിപ്പാൻ നിനക്ക് ആരും ഉണ്ടാകുകയില്ല. എടുത്തുകൊണ്ട് പോകും. കാരണം തിരിച്ചെടുക്കാൻ വേണ്ടി നിനക്കൊരു ഇൻഫ്ലുവൻസും ഇല്ല, പവറില്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. ഇല്ലെങ്കിൽ 10 നമ്മുടെ ഒരു സഹോദരിയുടെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. നിന്റെ കണ്ണ് ഇടപെടാതെ അവരെ നോക്കിയിരുന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. വീട്ടിലൊരു അറുത്ത കയ്യിലോട് വീട്ടിലൊരു ഉപകാരവും ചെയ്യത്തില്ല. എന്നിട്ട് നാട് വിടും. മുടിയനായ പുത്രൻ വീട്ടിൽ നിന്ന് പോയപ്പോ എന്തായിരുന്നു ഗമ. അവസാനം എല്ലാം പോയപ്പോ വാളവിര കൊണ്ട് ഭക്ഷിക്കേണ്ട ഗതികേട് വന്നു. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കേണ്ട ഗതികേട് വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നീ വളർത്തി
നിനക്കൊരു ഉപകാരം ഉണ്ടാകത്തില്ല. അതെന്താ? വളരുമ്പോഴേ പറയും, എന്നെ കൊണ്ടൊരു ഉപകാരം എനിക്കുണ്ടാകത്തില്ല, ഉറപ്പാ. അതിൽ കയറി പിടിക്കുന്ന ഇത്. നീ മക്കളെ വളർത്തും, പക്ഷെ നിനക്ക് ഗുണമുണ്ടാകത്തില്ല. അവർ മറ്റുള്ളവർക്ക് അടിമപ്പണി ചെയ്യും. നിന്റെ കണ്ണ് ഇടപെടാതെ അവർ നോക്കിയിരുന്ന് ഇന്ന് വരും, നാളെ വരും, ഇപ്പോൾ വരും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കത്തില്ല. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കൃഷിഫലം, നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. എൻ്റെ കർത്താവേ, പ്രവാസത്തിലിരിക്കുന്ന സമയത്ത് തമ്പുരാൻ പറഞ്ഞു, നീ അനുഭവിക്കേണ്ടത് മുഴുവനും ഹിത്യരും പെരിസരും കനാന്യരും മോവാബ്യരും എല്ലാവരും കൂടെ എബൂസരും കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ അവരെ ചെന്ന് ഓടിച്ച് കളഞ്ഞിട്ട് അത് നിൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞു, നീ പോയി പിടിച്ചോന്ന് പറഞ്ഞപ്പോൾ അവിടെ മുൻപോ അനാക്യമല്ലന്മാരെ കണ്ടു, ഞങ്ങളിങ്ങ് ഓടിയെന്ന് പറഞ്ഞു. നിമ്മതി നിമ്മതിയേ നേസരേ ഉൻ തിരുപാദമമന്ദേ നിമ്മതി നിമ്മതിയേ ആർവമുടനെ പാടിത്തുതിപ്പേ ആനന്ദം ആനന്ദമേ ആർവമുടനെ പാടിത്തുതിപ്പേ ആനന്ദം ആനന്ദമേ അടക്കലമേ അതിശയമേ പരിശുദ്ധരേ പടൈത്തവരേ ആരാധനേ ആരാധനേ എത്രേ ഇന്നൽകൾ എൻ വാഴ്വിൽ വന്നാലും ഒമ്മേ എത്രേ ഇന്നൽകൾ എൻ വാഴ്വിൽ വന്നാലും ഒമ്മേ പിരിയയ്യ രക്തം സിന്ധ